പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രധാനപ്പെട്ട പത്രവാർത്തകളിലൂടെ ഒരു മിന്നൽ യാത്ര നമുക്കൊന്ന് നടത്താം. മനോരമയിലും മാതൃഭൂമിയിലും മാധ്യമത്തിലും ദേശാഭിമാനിയിലും ഒക്കെ പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത് ഇന്നലെ താമരശ്ശേരിയിൽ ഷഹബാസിൻ്റെ മരണമാണ്. ഒരു ചിത്രം, ഹൃദയഭേദകമായ ചിത്രങ്ങളാണ് എല്ലാ പത്രങ്ങളിലുമുള്ളത്. നമ്മൾ ഇന്നലെ കണ്ടത്, തത്സമയം കണ്ട ദൃശ്യങ്ങൾ. സഹിക്കാൻ വയ്യ എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് മനോരമ ആ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനത്തിൽ മരിച്ച മുഹമ്മദ് ഷഹബാസിൻ്റെ ഭൗതിക ശരീരം കോഴിക്കോട് താമരശ്ശേരി കിടവൂർ മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സുഹൃത്ത് അൻസാഫ് പൊട്ടിക്കരയുന്ന ചിത്രം മനോരമ ആദ്യ പേജിൽ വയ്ക്കുന്നു. ഷഹബാസ് മരിച്ചത് നഞ്ചക്ക് കൊണ്ടുള്ള അടിയിൽ തലയൊട്ടി പൊട്ടിയാണ് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പോലീസിൻ്റെ പിടിയിലായ 5 കുട്ടികൾ ഒബ്സർവേഷൻ ഹോമിലാണ്. കൊലക്കുറ്റം. വാട്സപ്പ് ഗ്രൂപ്പിൽ കൊലയ്ക്ക് ന്യായീകരണം. വിദ്യാർത്ഥി സംഘർഷത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ടത് നഞ്ചക്ക് കൊണ്ടുള്ള അടിയിൽ തലയൂട്ടി പൊട്ടി തലച്ചോറിന് ക്ഷതമേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. പ്രായപൂർത്തിയാകാത്തതിനാൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ ഇവരെ 15 ദിവസത്തേക്ക് ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. SSLC പരീക്ഷ എഴുതിക്കാൻ പോലീസ് സ്കൂളിലെത്തിക്കും എന്നാണ് അറിയുന്നത്. ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പ് പരിപാടിയിൽ തുടങ്ങിയ തർക്കമാണ് വ്യാഴാഴ്ച വൈകിട്ട് താമരശ്ശേരിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘട്ടനത്തിലെത്തുന്നതും ഇതിലൊന്നും പങ്കാളിയല്ലാത്ത മുഹമ്മദ് ഷഹബാസിനെ അവിടെ വെച്ച് അടിച്ചു വീഴ്ത്തുന്നതും പിന്നീട് മുഹമ്മദ് ഷഹബാസ് മരിക്കുന്നതും. സമൂഹ മാധ്യമങ്ങളിൽ ഞെട്ടിക്കുന്ന കൊലവിളികളാണ് നടന്നത് എന്നാണ് പത്രത്തിൻ്റെ സൈഡ് റിപ്പോർട്ട് പറയുന്നത്. ഷഹബാസിന് മർദ്ദനമേൽക്കുന്നതിന് മുൻപും ശേഷവും വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയത് ഞെട്ടിക്കുന്ന കൊലവിളികളാണ്. ക്ഷമ ചോദിക്കലും ഗൂഢാലോചനയും ചാറ്റുകളിൽ വ്യക്തമാണ്. മർദ്ദിച്ചവരിൽ ഒരു കുട്ടി പിന്നീട് ഷഹബാസിൻ്റെ ഫോണിലേക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ആവുമെന്ന് കരുതിയല്ല, പൊരുത്തപ്പെടണം. നിന്നോട് ചൊറയ്ക്ക് നിൽക്കല്ലേ എന്ന് പറഞ്ഞതല്ലേ, നീ ഇത്രയൊക്കെ പറഞ്ഞു. ചൊറയ്ക്ക് നിൽക്കല്ലേ എന്ന് പറഞ്ഞ് ചൊറ ഒഴിവാക്കി പോകുമ്പോൾ നീ പിന്നെയും വന്നതാണ്. ഇന്നത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചതല്ല. ഒരിക്കലും ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ MJ കാർ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് ചൊറയായി. ഇതിനിടയിൽ നീ എന്നോട് മാത്രമായി പ്രശ്നം. ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ കൂട്ടത്തല്ലായി എന്നാണ് ഷഹബാസിൻ്റെ ഫോണിലേക്ക് അയച്ചിരിക്കുന്ന മെസ്സേജിൽ ഒരു വിദ്യാർത്ഥി പറയുന്നത്. അപ്പോൾ ഗൂഢാലോചന ആ മെസ്സേജിൽ നിന്ന് വളരെ വ്യക്തവുമാണ്. റംസാൻ വ്രതം ഇന്നു മുതൽ എന്ന വാർത്തയുണ്ട്. ആത്മസംസ്കരണത്തിൻ്റെ വ്രതപുണ്യവുമായി റംസാൻ മാസത്തിന് ഇന്ന് തുടക്കം. റംസാൻ മാസപ്പിറവി കണ്ടതായി വിവരം ലഭിച്ചതിനാൽ ഇന്ന് റംസാൻ 1 ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാരും മതമേലധ്യക്ഷന്മാരും അറിയിച്ചു. മാസപ്പിറവി കണ്ടതോടെ പള്ളികൾ പ്രാർത്ഥനാ നിർഭരമായി. ഡൽഹി, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിലും ഇന്നാണ് വ്രതാരംഭം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് വൈറ്റ് ഹൗസിൽ ട്രംപും സെലൻസ്കിയും തമ്മിൽ നടത്തിയ ചർച്ച. നിങ്ങളത് അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇതിൻ്റെ പൂർണ്ണമായ ദൃശ്യങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള, രാജ്യത്തെ തലവന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉഭയകക്ഷി ചർച്ചയിൽ നേരിട്ട് തത്സമയം കണ്ടിട്ടില്ല. അതൊരു അന്തർദേശീയ മര്യാദയാണ്, രാജ്യങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുന്നൊരു മര്യാദയാണ്. ഒരു രാജ്യവുമായി എതിർപ്പുണ്ടെങ്കിൽ അത് അടച്ചിട്ട മുറിക്കുള്ളിൽ അത് ചർച്ച ചെയ്യുകയും ഒടുവിൽ പുറത്തു വന്ന ഒരു പ്രസ് കോൺഫറൻസിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയുമാണ് പതിവ്. പക്ഷേ തത്സമയം രണ്ടുപേർ നമ്മുടെ TV ചാനൽ ചർച്ചയിൽ അടികൂടുന്നത് പോലെ ട്രംപും സെലൻസ്കിയും നടത്തിയ ചർച്ച, അടിച്ചുപിരിഞ്ഞ ഓവൽ ചർച്ച. ഹീറോയായി സെലൻസ്കി. യുക്രൈന് പിന്നിൽ അണിനിരുന്ന യൂറോപ്യൻ യൂണിയൻ, UK. അലസിപ്പിരിഞ്ഞ ട്രംപ് സെലൻസ്കി ചർച്ച ഉയർത്തിയ അലകൾ അവസാനിക്കുന്നില്ല. വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ രൂക്ഷമായി വിമർശിച്ചത്. ശക്തമായി തിരിച്ചടിച്ച സെലൻസ്കി ധാതു കൈമാറ്റ കരാർ ഒപ്പുവെക്കാതെ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു. സെലൻസ്കിയെ കണ്ടിട്ട് സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളായി തോന്നിയില്ലെന്നായിരുന്നു വിവാദ ചർച്ചയ്ക്ക് ശേഷം ട്രംപിന്റെ പ്രതികരണം. യുക്രൈനും റഷ്യയും ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലപാട് മയപ്പെടുത്തിയ സെലൻസ്കി US-ന്റെ പിന്തുണ യുക്രൈൻ അനിവാര്യമാണെന്നും ട്രംപുമായി സൗഹൃദം തുടരാനാണ് ആഗ്രഹമെന്നും അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്നും വ്യക്തമാക്കി. രൂക്ഷമായ വാക്കേറ്റമായിരുന്നു കേട്ടോ രണ്ടുപേരും. നമ്മുടെ നാട്ടിലൊക്കെ ഇരുന്ന് തർക്കിക്കുന്നത് പോലെ നിങ്ങളുടെ രാജ്യം വലിയ ട്രബിളിലാണ് എന്ന് പറയുന്നു. അപ്പോൾ സെലൻസ്കി പറയുന്നു, ഈ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിപ്പോഴും നമുക്ക് അന്തർദേശീയ മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിൽ ആ ചർച്ചയുണ്ട്. തടവിലിട്ട യുവതിയെ മോചിപ്പിച്ചു എന്നൊരു വാർത്തയുണ്ട്. തടവിലിട്ട യുവതിയെ മർദ്ദനക്കേസ് ഒരു തുമ്പായി. തടവിലിട്ട യുവതിയെ മോചിപ്പിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അത് പുതുക്കാടാണ്.
ആക്രമണക്കേസിലെ പ്രതികളെ അന്വേഷിച്ചെത്തിയ പോലീസ് കണ്ടത് തടങ്കലിൽ കിടക്കുന്ന യുവതിയെ. ഗുരുതര പരിക്കുകളോടെ 1 മണിക്കൂറോളം തടവിൽ കിടന്ന അവശയായ യുവതിയെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചു. പാലിയേക്കരയിൽ കോഫി ഷോപ്പ് ജീവനക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളിയെ വ്യാഴാഴ്ച രാത്രി 11-നാണ് രണ്ടുപേർ ആക്രമിച്ചത്. ഇതോടെ അമിതമായ ലഹരി ഉപയോഗിച്ച നിലയിലായിരുന്നു. ഷോപ്പിൽ തിരക്ക് നിയന്ത്രിക്കാൻ ഏർപ്പെടുത്തിയിരുന്ന ടോക്കൺ എടുക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരനായ അബ്ദുലിനെ പ്രകോപിപ്പിച്ച് യുവാക്കൾ ക്രൂരമായി ആക്രമിച്ചു. ഈ സംഭവത്തിന് ശേഷമാണ് തിരിച്ച് പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ യുവതിയെ തടങ്കലിലിട്ടിരിക്കുന്ന കാഴ്ച കണ്ടത്. അമിതമായ ലഹരി ഉപയോഗമാണ് ഇവിടെയും അക്രമത്തിലേക്ക് നയിച്ചത്. മാതൃഭൂമിയിലേക്ക് എത്തിയാൽ വേണ്ട മക്കളെ എന്നാണ് തലക്കെട്ട്. വേണ്ട മക്കളെ. വിദ്യാർത്ഥി മർദ്ദനമേറ്റ് മരിച്ച സംഭവം 5 കുട്ടികളുടെ പേരിൽ കൊലക്കുറ്റം. ചങ്കായിരുന്നു എന്നാണ് വിദ്യാർത്ഥിയുടെ ചിത്രം. ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ വിലപിക്കുന്ന അൻസാഫിൻ്റെ ചിത്രമാണ് വെക്കുന്നത്. ഷഹബാസിൻ്റെ മൃതദേഹം കിടവൂർ തൻവീറുൽ ഇസ്ലാം മദ്രസയിൽ പൊതുദർശനത്തിൽ വെച്ചപ്പോൾ കാണാനെത്തിയ സുഹൃത്തുക്കളുടെ വിലാപമാണ് അതിലുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്കേറ്റ പരിക്കാണ് മരണകാരണം. വലതു ചെവിയുടെ മുകളിലായി തലയോട്ടിയുമായി ചേരുന്ന ടെമ്പറൽ എല്ലിന് കാര്യമായ പരിക്കേറ്റു. ഈ ഭാഗത്ത് രക്തം കട്ടപിടിച്ചു. തലയോട്ടി തകർന്ന അവസ്ഥയിലായിരുന്നു. കട്ടിയുള്ള വസ്തു കൊണ്ടാണ് അടിയേറ്റത്, തലയോട്ടി തകർന്നത് എന്നതാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. വ്യാഴാഴ്ച രാത്രിയോടെയാണ് ഷഹബാസിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തുടർന്ന് നില വഷളാവുകയായിരുന്നു. പ്രാർത്ഥനയുടെ രാപ്പകലുകൾ എന്താണ് റമദാൻ മാസാരംഭത്തിന്റെ തുടക്കം. റംസാൻ മാസപ്പിറവി കണ്ടതോടെ 1 മാസത്തെ വ്രതശുദ്ധിയുടെ നാളുകൾക്ക് തുടക്കമായി. പള്ളികളും വീടിൻ്റെ അകത്തളങ്ങളും ഖുർആൻ പാരായണം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും മുഖരിതമാകുന്ന ദിനങ്ങൾ. യുവതലമുറയെ ചേർത്തുപിടിക്കുക എന്നൊരു മെസ്സേജ് നൽകുന്നുണ്ട് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ. ട്രംപ് അപമാനിച്ചു, സെലൻസ്കിക്ക് പിന്തുണയുമായി ലോകം എന്ന വാർത്തയും വലിയ പ്രാധാന്യത്തോടു കൂടി നൽകുന്നു. സഹപാഠിയുടെ മർദ്ദനമേറ്റ് മൂക്കിൻ്റെ പാലം തകർന്ന വാർത്തയും പത്രം കൊടുക്കുന്നുണ്ട്. അത് പാലക്കാടാണ്, ഒറ്റപ്പാലത്താണ്. ITIയിൽ സഹപാഠിയുടെ മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്ക് ഗുരുതരമായ പരിക്ക്. വാർത്ത റിപ്പോർട്ടർ TVയാണ് ഇന്നലെ ബ്രേക്ക് ചെയ്യുന്നതും. താമരശ്ശേരി വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സർവകലാശാല നിയമ ഭേദഗതി ഗുണഭോക്താവ് മന്ത്രി എന്ന തലക്കെട്ട് കൊടുക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന വ്യവസ്ഥകൾക്കൊപ്പം സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ മന്ത്രി R ബിന്ദുവിന് വ്യക്തിപരമായി ഗുണകരമാകുന്ന വകുപ്പ്. കോളേജ് അധ്യാപകർ, പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ കോർപ്പറേഷൻ അധ്യക്ഷൻ, കോർപ്പറേഷൻ മേയർ എന്നീ പദവികളിലെത്തിയാൽ ആ കാലയളവ് വേതനമില്ലാതെ അവധിയായി കണക്കാക്കണമെന്നാണ് ബില്ലിലെ പുതിയ വ്യവസ്ഥ. അതുകൂടി ബില്ലിൽ പറയുന്നുണ്ട്. ഉപഗ്രഹാധിഷ്ഠിത ടോൾ തൽക്കാലം നടപ്പിലാക്കില്ല എന്ന വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനി കൊടുക്കുന്നത് ലഹരിക്ക് വിലങ്ങിടും എന്നാണ്. നടപടികൾ ശക്തമാക്കി സർക്കാർ. ലഹരി ഉപയോഗം കർശനമായി തടയാൻ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും കർശന പരിശോധനയും അറസ്റ്റും തുടരും. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി 2854 പേർ ഇതിനകം അറസ്റ്റിലായിരുന്നു. കൂടുതൽ നടപടി നമ്മുടെ സംസ്ഥാനത്താണെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നു. പൊതുജനങ്ങൾക്ക് പരാതി നൽകാം, അതിനുള്ള ഒരു നമ്പരും സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പതാക ജാഥയുടെ പ്രയാണം തുടങ്ങി. ഇന്നലെ കയ്യൂരിൽ നിന്നായിരുന്നു തുടക്കം. CPM സംസ്ഥാന സമ്മേളന നഗറിൽ ഉയർത്താനുള്ള പതാക കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജാഥ ക്യാപ്റ്റൻ M സുരാജിനെ കൈമാറി ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ചിത്രവും ദേശാഭിമാനി പത്രം ആദ്യ പേജിൽ നൽകുന്നു. മരണം തലയോട്ടി തകർന്നാണ് എന്ന ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. മവാസോ 2025 തുടക്കമാകുന്നു. നവീന സംരംഭക ആശയങ്ങളുടെ പങ്കുവയ്ക്കലിന് വേദിയൊരുക്കി DYFIയുടെ ദ്വിദിനസ് യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ മവാസോ 2025 തുടക്കം. DYFI സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2000-ലധികം പേർ പങ്കെടുക്കുന്ന പുതിയ സ്റ്റാർട്ടപ്പ് ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പിച്ചിംഗ് മത്സരത്തിൽ 150 പേർ പങ്കെടുത്തു. 25 പേർ ഫൈനലിലെത്തി. ആദ്യ ദിവസം 11 സെഷനുകളിൽ വിവിധ വിഷയങ്ങളിൽ ശില്പശാലയും നടന്നിരിക്കുന്നു. ക്രിയേറ്റീവായി ഇത്തരം പരിപാടികൾ വരുന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. യുവജന സംഘടനകൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം പല രീതിയിൽ നടത്തുന്നുണ്ട്. ഒപ്പം നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികളും ഉണ്ടാവട്ടെ. മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിന്റെ തലക്കെട്ട്, ഈ മകന്റെ ചോര കൊണ്ടെങ്കിലും കുട്ടികൾ പാഠം പഠിക്കട്ടെ എന്നുള്ളൊരു ബാനർ ഹെഡ്ലൈൻ കൊടുക്കുന്നുണ്ട്. തൻ്റെയും ഉപ്പയുടെയും ഉമ്മയുടെയും സ്വപ്നങ്ങളിലേക്ക് ചിറകടിച്ചു വരാൻ 10ാം തരം പരീക്ഷ കാത്തിരിക്കുകയായിരുന്നു ഷഹബാസ്. എന്നാൽ കുട്ടിത്വത്തിന്റെ ഒരിറ്റ് നിഷ്കളങ്കത പോലുമില്ലാത്തൊരു സമാന്തര കൗമാര ലോകത്തിന്റെ ആഞ്ഞടിയിൽ തലപൊട്ടി അവൻ വീണു മരിച്ചിരിക്കുന്നു. ഇൻസ്റ്റയിലും വാട്സപ്പിലും ആളെ സെറ്റ് ചെയ്ത് ഗാങ് വാറിലൂടെ ഈ സമാന്തര അധോലോകം ചിതറിത്തെറിപ്പിച്ചത് ഒരു കുടുംബത്തിന്റെ ഭാവിയാണ്. ഈ
മുഹമ്മദ് ഷഹബാസിൻ്റെ സുഹൃത്ത് അൻസാഫിൻ്റെ പൊട്ടിക്കരയുന്ന ചിത്രമാണ് മാധ്യമം പത്രത്തിൻ്റെയും ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ വെല്ലുവിളി സന്ദേശങ്ങൾ പുറത്ത്, 5 വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം, പ്രതികൾ റിമാൻഡിൽ എന്നിങ്ങനെയാണ് വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂട് കനക്കും. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് അനുഭവപ്പെട്ടത് 125 വർഷത്തിനിടയിൽ ഫെബ്രുവരിയിലെ ഉയർന്ന ചൂടാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷത്തെ വേനൽക്കാലം ചുട്ടുപൊള്ളുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മാർച്ച് മുതൽ മെയ് വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുന്ന ദിനങ്ങൾ വർദ്ധിക്കും. കുട്ടികളും പ്രായമായവരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും ജാഗ്രത പാലിക്കണം. കാലാവസ്ഥ രേഖപ്പെടുത്താൻ തുടങ്ങിയ 1901 ശേഷം ഇതുവരെയുള്ള ഏറ്റവും കനത്ത ചൂട്, ഫെബ്രുവരി മാസത്തിൽ കണ്ട ഏറ്റവും വലിയ കനത്ത ചൂടാണ് 2025 നമ്മൾ കണ്ടത്. 1.25 നൂറ്റാണ്ടിനിടയിലെ കനത്ത ചൂടിനാണ് ഫെബ്രുവരി സാക്ഷ്യം വഹിച്ചത്. വരാൻ പോകുന്നതും ആ അർത്ഥത്തിൽ വലിയ കനത്ത ചൂടായിരിക്കും. മാധ്യമത്തിൻ്റെ കാർട്ടൂൺ നിർമ്മിത ബുദ്ധനിൽ പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച, കനിവുള്ളവർക്ക് വീഴ്ച പറ്റുന്ന കാലമാണ് എന്ന് പറയുന്നുണ്ട് ഈ കാർട്ടൂൺ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് നമ്മൾ ഇനി ദ ഹിന്ദുവിലേക്കൊന്ന് പോയാൽ ദേശീയ പത്രത്തിൽ 4 വർക്കേഴ്സ് കിൽഡ് ഇൻ ഉത്തരാഖണ്ഡ് അവലാഞ്ചി. ഉത്തരാഖണ്ഡിലെ മഞ്ഞിടിച്ചിലിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയുണ്ട്. നിലവിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന മറ്റുള്ള ആൾക്കാർ 57 പേരാണ് ഈ മണ എന്ന ഗ്രാമത്തിൽ കുടുങ്ങിക്കിടന്നത്. ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ സാധിച്ചു. ഇനി കുറച്ചുപേർ കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 4 സ്റ്റിൽ ട്രാപ്ഡ്. സെർച്ച് കണ്ടിന്യൂസ് അമിഡ് ഹെവി സ്നോഫോൾ. 4 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. അറ്റ്ലീസ്റ്റ് 8 ഓഫ് ദ റെസ്ക്യൂഡ് വർക്കേഴ്സ് ഹാവ് സഫേർഡ് ക്രിട്ടിക്കൽ ഇഞ്ചുറീസ്. രക്ഷപ്പെടുത്തി 8 പേർക്ക് വളരെ ഗുരുതരമായ പരിക്കുകളുണ്ട്. സ്നിഫർ ഡോഗ്സ് ആർ ബീങ് ഡിപ്ലോയ്ഡ് ടു അസിസ്റ്റ് ഓപ്പറേഷൻസ്. ഈ നായ്ക്കളെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. എപ്പോൾ വേണമെങ്കിലും മഞ്ഞുമല ഇടിഞ്ഞു വീഴാം എന്ന നിലയിലാണ്. ഇടയ്ക്ക് പെയ്യുന്ന മഴയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നു. എന്തായാലും 4 ലൊക്കേറ്റഡ് ഇൻ തെലങ്കാന ടണൽ ഹോപ്പ് സ്ലിം എന്ന് മിനിസ്റ്റർ പറയുന്നു. 4 പേരെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദ റെസ്ക്യൂ ഓപ്പറേഷൻസ് ടു പുൾ ഔട്ട് ദ 8 പേഴ്സൺസ് ട്രാപ്ഡ് ഇൻ 14 കിലോമീറ്റർ ഇൻസൈഡ് ദ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ ടണൽ ഇൻ തെലങ്കാന സിൻസ് ഫെബ്രുവരി 22 saw a breakthrough on Saturday with the location of 4 of them likely identified. അവരുടെ ഇരിക്കുന്ന സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ജീവനുണ്ടോ എന്നുള്ളത് നിശ്ചയമില്ല. റെഡി ഫോർ റംസാൻ ഒരു മനോഹരമായ ചിത്രം കൂടി നൽകുന്നുണ്ട്. എ വർക്കർ എൻഗേജ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് vermicelli which is used in making several traditional sweet dishes in Prayagraj of Uttar Pradesh on Saturday ahead of holy month Ramzan. നമ്മുടെ റംസാൻ മാസത്തിലേക്കൊക്കെ വരുന്ന ഈ വെർമിസലി നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ കുംഭമേള കഴിഞ്ഞു പോയ പ്രയാഗ്രാജ്. അവിടെ ഇങ്ങനെ വെർമിസലി ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അത് അടുക്കി വയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ചിത്രം, ഒരു ജീവനക്കാരൻ്റെ ചിത്രമാണ് ദ ഹിന്ദു പത്രം നൽകിയിരിക്കുന്നത്. റെഡി ഫോർ റംസാൻ.